അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മകൾ മരിച്ചു കിടക്കുകയാണ്. എല്ലാവരും കണ്ണീരിനും ദുഃഖത്തിൽ കഴിയുമ്പോൾ ഉമ്മയുടെ അവസ്ഥയാണ് വല്ലാത്ത ഈമാനികമായ ഒരു ധൈര്യവും ധീരതയുമാണ് അവിടെ കൂടിയവരെ അത്ഭുതപ്പെടുത്തിയത്. തസ്കിയ എന്ന് പറയുന്ന പൊന്നുമോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഡോക്ടറാകുന്നത്. മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയായിരുന്നു. പെട്ടെന്നാണ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത്. ഈ ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന, കാരണം ഉപ്പയാണെങ്കിൽ അദ്ദേഹമുണ്ടായ ഒരു സംഘടനയെ വിരോധിച്ചതിൻ്റെ കാരണത്താൽ ജയിലറയിൽ കഴിയുകയാണ്. അപ്പോഴാണ് മകളുടെ ഈ ദുഃഖവാർത്തയും മകൾ കണ്ട ഓരോ സ്വപ്നങ്ങളും അതെല്ലാം അസ്തമിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. എല്ലാവരും സങ്കടത്തിനും പ്രയാസത്തിനും പൊട്ടി കരയുന്ന സമയത്ത് സഹോദരിമാരൊക്കെ ആ സമയത്ത് അവരെ മുമ്പിൽ വന്നുകൊണ്ട് ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ജനാസയെ സമാധാനത്തോട് കാണാൻ സാധിക്കുന്നവർ മാത്രം കണ്ടാൽ മതി. ഈ ഒരു പരീക്ഷണത്തിന് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തുവല്ലോ, സന്തോഷമാണ്. നോക്കൂ, എന്തോ ഒരു ഈമാനികമായ ആവേശമാണ്. നമുക്കെന്തെങ്കിലും വരുമ്പോഴൊക്കെ നമുക്ക് പറയാറുണ്ട്, എന്നെ എന്തിനാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തതാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, പിന്നെ എന്നെ അള്ളാഹു പരീക്ഷിക്കുന്നു. നോക്കൂ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എന്നും അത് റിസീവ് ചെയ്യാൻ നാം തയ്യാറായിരിക്കണം. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം വിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ആ വിശുദ്ധ ഖുർആൻ്റെ വചനം നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് നൽകുന്നത്. എല്ലാം അള്ളാഹു നിന്നാണ്. ആ ഉപ്പ പറയുന്ന വാക്കുണ്ട്, എനിക്ക് അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത് ഇതാ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. എന്നിട്ടും ഗസയിൽ നടക്കുന്ന ആ പ്രയാസങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അവിടുത്തെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തോളം ഇതാവൂല എന്നാണ്. കാരണം എത്രയോ മക്കൾ നഷ്ടപ്പെട്ട പിതാക്കന്മാർ അവിടെയുണ്ട്, എത്രയോ ഉപ്പ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ അവിടെയുണ്ട്. എന്തോ ഒരു ഈമാനികമായ വാക്കുകളാണ്, വല്ലാത്ത മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവിടെ കൂടിയവർക്കൊക്കെ ധൈര്യം പകരുന്ന വാക്കുകൾ. അവർക്ക് പ്രയാസമില്ലേ, ദുഃഖമില്ലേ, ഉണ്ട്, എല്ലാമുണ്ട്. എന്നാൽ അള്ളാഹു നൽകിയ പരീക്ഷണത്തിന് നാം ക്ഷമിച്ചേ മതിയാകും എന്നുള്ള ആ അള്ളാഹുവിലുള്ള അടിയുറച്ച ആ വിശ്വാസവും ആ ഒരു മനക്കരുത്ത്, മിൻ അസ്മിൽ ഉമൂർ എന്ന് പറയും, മനദാർഢ്യം. അള്ളാഹു പൊന്നുമോൾ തസ്കിയാക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്തൊക്കെ തരണം ചെയ്യാൻ നാം തയ്യാറാകണം. തസ്കിയയുടെ ഉമ്മ ബുഷ്റാത്ത പറയുന്ന വാക്ക്, ജനാസയെ സമാധാനത്തോടു കൂടി കാണാൻ സാധിക്കുന്നവർ കണ്ടാൽ മതി എന്നാണ്. മകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുടെ ലോകത്തിൽ നിന്ന്, കാരണം താൻ ഒരുപാട് പരീക്ഷണങ്ങൾ അതിജയിച്ചുകൊണ്ടാണ് ഡോക്ടർ പഠിക്കുന്നത്, MBBSയിലേക്ക് എഴുതുന്നതൊക്കെ. ആ സ്വപ്നങ്ങൾ എത്രത്തോളം അഗാധയായിരുന്നു എന്ന് ഉമ്മാക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആ സ്വപ്നം ഒറ്റ നിമിഷം കൊണ്ട് അതാ മണ്ണറയിൽ കുഴിച്ചു മൂടി വരുമ്പോൾ അതുണ്ടാക്കുന്ന വേദന എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കുന്നവരൊക്കെ അറിയാം. ആ സമയത്ത് തൻ്റെ ക്ഷമ കൈകൊള്ളുക എന്നുള്ളത് ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നാണ്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.